You know one thing? We are from a state which is ruled by the Marxist Party, the Communist Party. Oh, I'm so sorry to hear that. I'm really sorry. Why? Is that a bad party? You are from you are from Cuba. Yes. So there you go. That's the answer. That's it. You too, Brutus. നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതിയൊന്നുമില്ല. ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. ചിരിക്കരുതേ. ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അമർത്യ സെന്നിന്റെയാണ്. അൺയൂഷ്വൽ ആൻഡ് അൺപ്രസിഡന്റഡ് എന്ന് ലോകത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന, നിർവചിക്കാൻ കഴിയുന്ന ഈ കാലയളവിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ ലോകമെമ്പാടും ലോക്ക്ഡൌണായി ഹോട്ട്സ്പോട്ടും റെഡ് സ്പോട്ടുമായി നമ്മളെല്ലാവരും വീടുകളിൽ നമ്മുടെ മുറികളിലേക്ക് സ്വയം ക്വാറന്റൈൻ ചെയ്യപ്പെടുന്ന ഈ മണിക്കൂറുകളിൽ ലോകത്തെവിടെ കോവിഡ് ഉണ്ടോ ആ കോവിഡ് ഉള്ള ലോകരാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. ആ രാജ്യത്തിന്റെ പേരാണ് ക്യൂബ. ഇന്ന് നമ്മളെ ശിരസിന് മുകളിൽ ഉദിച്ചുയർന്ന ആകാശത്തിൽ അനന്തകോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം കുബേരയുടേതാണെങ്കിൽ മറ്റൊരു നക്ഷത്രം കാസ്ട്രോയുടേതാണെങ്കിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യത്വത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മുഴുവൻ ആളുകൾക്കും രാഷ്ട്രീയത്തിന് അതീതമായി ആ രണ്ട് നക്ഷത്രങ്ങളോട് നമുക്ക് പറയാൻ കഴിയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ നോക്കുക, ലോകമെമ്പാടും ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ സൃഷ്ടിച്ച, നിങ്ങൾ മെനഞ്ഞെടുത്ത നിങ്ങളുടെ കൊച്ചു ക്യൂബ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. കുബേരയുടെ മരണാനന്തരം ഫിഡൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അണുവായുധങ്ങളുടെ കരുത്തില്ല, ഞങ്ങൾക്ക് ബോംബർ വിമാനങ്ങളുടെ ശക്തിയില്ല, ഞങ്ങൾക്ക് ജൈവ രാസായുധങ്ങളുടെ പ്രകടശേഷിയുള്ള ശേഖരമില്ല, ഞങ്ങൾക്ക് എന്ത് ശേഖരമുണ്ട് എന്ന് ചോദിച്ചാൽ ലോകമെമ്പാടും മാതൃകയാക്കാൻ കഴിയുന്ന ആരോഗ്യത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ആഗോള മാതൃകയുടെ പേരാണ് ക്യൂബ എന്നൊരു വേള ഫിഡൽ കാസ്ട്രോ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിലെ ടൂറിലാണ്. ഇന്നത്തെ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ വിൻറ്റേഴ്സ് കാറിൽ യാത്ര ചെയ്യാൻ പോവാണ്. ഇതിവിടുത്തെ ഒരു ടൂറാണ്, സ്ഥിരം ടൂറാണ്. കാരണം ഇവിടെ ഹൈ എൻഡ് വാഹനങ്ങളിൽ യാത്രയാണ് നിങ്ങൾ വിചാരിച്ച പോലും പറ്റില്ല. ഇവിടെ അങ്ങനെ സാധനം ഇല്ല. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടാവുന്നില്ല തള്ളണോ? സമ്മടി വിൽ തൾ. എന്ത് കേട്ടിട്ടാണ് തിരിക്കുന്നത്? കഴുതേ. വീടുകളൊക്കെ ഉണ്ടോ ഇവിടെ? ബോംബെയിലെ പഴയ ബോംബെ കാണിച്ചു പോകും. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. Parliament House. Oh, this is a Parliament House, not the Secretariat അല്ല കേട്ടോ. സർക്കാർ, കേന്ദ്ര സർക്കാരാണല്ലോ Parliament House. ഇവിടെ നിന്നാണ് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ തീട്ടൂരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തല്ലിപ്പൊളിച്ചകത്ത് കയറി പുതിയ ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഇവിടെ ഇന്റർനെറ്റൊക്കെ വളരെ കമ്മിയായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നേപ്പാളിലൊക്കെ ഉണ്ടായതുപോലെ ഒരു പ്രക്ഷോഭം ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനെ പ്രക്ഷോഭം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഇൻ്റർനെറ്റൊക്കെ വളരെ സ്ലോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വിപ്ലവം ഉണ്ടാകുന്നത് ചെറുപ്പക്കാരുടെ ഇടയിലാണ്. ഇതുപോലൊരു നാറിയ ഭരണം, ഈ ഒരു ക്രൂരമായ സോഷ്യലിസത്തിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. അതുകൊണ്ട് ഇൻ്റർനെറ്റൊക്കെ വളരെ സ്ലോ ആക്കി മുഖം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ ഒരു ഒന്നിനും കൊള്ളാത്ത സർക്കാരെന്നാണ് ഇവൻ എന്നോട് പറഞ്ഞത്. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ചൈന ടൗണിന്റെ മെയിൻ എൻട്രൻസ് ആണ്. ഓ, there are so many Chinese, right? മർദ്ദകരും ചൂഷകരുമില്ലാത്ത ചൈന, തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന, നന്മയുടെ ജന്മഭൂമി നല്ല നാട് ചൈന, നല്ല നാട് ചൈന. മർദ്ദകരും ചൂഷകരുമില്ലാത്ത ചൈന, തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന. ട്രഡീഷണൽ ചൈന മെഡിസിനൊക്കെ ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ഇവർക്കിപ്പോൾ മരുന്നൊന്നുമില്ല ഒരു സ്ഥലത്തും. അത് കാരണം അസുഖം വന്നാൽ മരിച്ചു പോകല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ആ സമയത്ത് ചൈനീസ് മെഡിസിനും കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചൈന. Schools, the education here, how is that? Is that good? Yeah, it's good. കുബേരയുടെ മരണാനന്തരം ഫിഡൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അണുവായുധങ്ങളുടെ കരുത്തില്ല, ഞങ്ങൾക്ക് ബോംബർ വിമാനങ്ങളുടെ ശക്തിയില്ല, ഞങ്ങൾക്ക് എന്ത് ശേഖരമുണ്ട് എന്ന് ചോദിച്ചാൽ ലോകമെമ്പാടും മാതൃകയാക്കാൻ കഴിയുന്ന ആരോഗ്യത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ആഗോള മാതൃകയുടെ പേരാണ് ക്യൂബ. It was better, much better in the 90s, the 80s. But now because of the economic situation, most of the teachers have left
to the tourist industry, or they have gone out of Cuba. So we lack of teachers now. അപ്പം പണ്ട് പറഞ്ഞ പോലെ 80s 90s വിദ്യാഭ്യാസം കൊള്ളാമായിരുന്നെങ്കിൽ ഇപ്പം ടീച്ചർമാരൊന്നും കിട്ടാനില്ലെന്നാണ് പറയുന്നത്. ശമ്പളം കൊടുത്താലല്ലേ കിട്ടൂ. ഒരിക്കലുമില്ല സർ, ഈ വക്കീലിന്റെ മനഃപൂർവ്വം നാണം കടത്ത എന്തൊക്കെയോ പറയുവാണ്. ആണോ? The hospital here. Oh, the hospital. Yes. എല്ലാം പഴയ മട്ടിലാണ്, മരുന്നൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. So people were happy when this Fidel Castro ruled the country. Yes. Yes. Why? At the beginning. The beginning only. At the beginning until the 2000. Then when the Soviet Union collapsed, we started to have this crisis, and of course people started to feel frustrated. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നതനുസരിച്ച് റവല്യൂഷന് കൂട്ടുനിന്ന കമിലോയെയും ചെഗുവേരയെയും നമ്മുടെ പ്രിയപ്പെട്ട ഫിഡൽ കാസ്ട്രോ തട്ടിയിട്ട് ഇത് തന്നെയാണല്ലോ ഈ പാർട്ടിയുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. എന്താ ഉറക്കം വരുന്നു. ഇതാണ് നമ്മുടെ പാർട്ടിയുടെ റവല്യൂഷണറി പാർട്ടിയുടെ ഓഫീസ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ അദ്ദേഹം 47 വർഷം ഭരിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആചാദിക്കുകയാണ്. നിങ്ങളും ഇത് വിശ്വസിക്കരുത്. Tell you later, because it's filming, so I cannot say. അതെ, ഇപ്പം പുള്ള അനിയൻ ഭരിക്കുന്നു. I'll tell you later. കൊലപാതകവും രക്തച്ചൊരിച്ചിലും ഒക്കെ തന്നെയാണ് മെയിൻ പരിപാടികൾ. സ്വാഭാവികം. You know one thing? We are from a state which is ruled by the Marxist Party, the Communist Party. Oh, I'm so sorry to hear that. I'm really sorry. Why? Is that a bad party? You are from Cuba. Yes. So there you go. That's the answer. That's it. You too, Brutus. നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല. I'm sorry to hear that. നമ്മൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ കൊല്ല് ഇതിലും ഭേദം മരിക്കുന്നത്. ഇത്രയും വർഷം, അതായത് 59 ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്. പക്ഷേ നിങ്ങളാരും പേടിക്കണ്ട, നമ്മുടെ അത് സംഭവിക്കില്ല. കാരണം വെച്ചാൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി പോലും വെറും ബൂർഷ്വാസിയാണ്. അല്ലാതെ എന്താണ് കമ്മ്യൂണിസം എന്ന് പോലും അറിയാത്തവരാണ് നമ്മളെ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല, അല്ലേ? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. എല്ലാവരും പക്ക ബൂർഷ്വാസികൾ, നല്ലപോലെ പൈസയൊക്കെ ഉണ്ടാക്കി ഗൾഫിലുള്ള മുതലാളിമാരെ ഫണ്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഗംഭീര കക്ഷികളൊക്കെയാണ് നമ്മുടെ പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, വിപ്ലവം ഒരിക്കലും സാധ്യമല്ല. അവനോട് പറഞ്ഞേക്ക്, അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ.